ഈ പെണ്ണുപിള്ളയുടെ ഒടുക്കത്തെ പഞ്ചാര കാരണം കടലിൽ പട്ടിണി കിടന്ന സ്രാവിന്റെ അണ്ണാക്കിലേക്ക് ഊബർ വിളിച്ചു ചെന്ന് കയറിക്കൊടുത്ത പളനി അണ്ണന്റെ ഓർമ്മയ്ക്ക് ഞാനും കടലിലേക്ക് പോവുകയാണ് ഗൈസ്. ഓണത്തിന് ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ട പ്രതീതിയിൽ നയൻതാരയുടെ സെറിബെല്ലം പൂച്ച മാന്തിയതുപോലെയായി. കൊമ്പനെ പിടിക്കാൻ കുണ്ടിയും കുലുക്കി നേരെ കടലിലേക്ക്. അത്ഭുതമെന്ന് പറയട്ടെ, ആരോ ബക്കറ്റിൽ വെള്ളം പിടിച്ച് നീട്ടി ഒഴിച്ചതുപോലൊരു തടാകം. കുലുക്കി സർബത്തിലെ കസ്കസ് പോലെ കണ്ടമാനം മീനുകളും. ഇവന്റെ പേരാണ് സാൽമൺ. എഴുതുമ്പോൾ ഇങ്ങനെയാണെങ്കിലും പറയുമ്പോൾ സാമൺ എന്നാണ്. ഉച്ചരിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന്റെ ഇടയിൽ എല്ലും പുല്ലും ഒക്കെ എഴുതി ചേർക്കുന്നതാവോ? ഇതാണ് ഗ്രിഗറി ആശാൻ. എന്നെ കണ്ടപാടെ പിടിച്ച് ശിഷ്യനാക്കി. ഇങ്ങേർക്ക് ഇതിലും വലുത് വരാനില്ലെന്ന് തോന്നുന്നു. ആഹാ, ബലേ ബേഷ്, കോട്ടിട്ടിട്ട് കോണാൻ ഉടുത്തതുപോലെ. അതാ ഒരു അപ്പൂപ്പൻ വെളിക്കിരിക്കുന്നു. വെളിയിൽ ചൂണ്ടയിട്ടിരിക്കുന്നു. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രമേ ഇവന്മാരെ പിടിക്കാൻ അനുവാദമുള്ളൂ. ഇതുപോലത്തെ ഫിഷിംഗ് റോഡുകളും ചൂണ്ടയും ഉപയോഗിച്ച് നിയമപരമായി വേണം സാൽമനെ പിടിക്കാൻ. അല്ലാതെ മടല് വെട്ടി മണ്ടയ്ക്കടിച്ചും തോട്ട പൊട്ടിച്ചും കോരുവലയ്ക്ക് കോരിയും പിടിച്ചാൽ പിന്നീടുള്ള ഹലാക്കിന്റെ അവലും കഞ്ഞിയും ഇവര് തരും. ഒപ്പം നാട്ടിലെ 6 ലക്ഷം രൂപ വില വരുന്ന ഗിഫ്റ്റ് വൗച്ചറുകളും. മരിപ്പിന്റെ 7-നുള്ള ഇഡ്ഡലിയും സാമ്പാറും തിന്നാൻ പോകും പോലെ വെറും കൈയോടെ പോയി മീൻ പിടിക്കാനാകില്ല. ഇവിടെ ഫിഷിംഗ് ലൈസൻസ് നിർബന്ധമാണ്. ഒരു ദിവസം മുതൽ 3 വർഷം വരെ മീൻ പിടിച്ച് ആർമാദിക്കാനുള്ള ലൈസൻസ് സ്റ്റോറുകളിലും ഓൺലൈനിലും ലഭ്യമാണ്. ഗ്രിഗറി ആശാൻ ഗ്രഹണി പിടിച്ച പിള്ളാരെ പോലെ ചറപറ ചൂണ്ടയെറിഞ്ഞു. മീനുകളാകട്ടെ എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്പിലിട്ട് വരട്ടി എന്ന പാട്ടും പാടി തെക്കോട്ട് പോയി. അക്കരെ നിന്നൊരു സായിപ്പ് കൈ ഉയർത്തി കാട്ടി. സായിപ്പായതിനാൽ ഉയർത്തിയ കൈ ഞാൻ 2 വട്ടം നോക്കി. ഭാഗ്യം മറ്റേതല്ല. ഒരു മീൻ 3000-ലധികം മുട്ടകൾ ഇടുമെങ്കിലും അതിൽ 2 മീനുകൾ മാത്രമാണ് വളർന്നു വലുതായി കടലിൽ ചെന്നെത്തുക. ബാക്കിയുള്ളവ എന്നെ പോലെ വഴിതെറ്റി പോകാറുണ്ട്. പെൺമീനുകൾ മണ്ണിൽ മുട്ടയിട്ട ശേഷം ആൺമീനുകൾ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. എന്താണെന്നറിയില്ല. എന്നോട് ചോദിക്കരുത് ഗൈസ്, കാരണം ബയോളജിക്ക് എനിക്ക് 7.5 മാർക്കായിരുന്നു. ഐസക് ന്യൂട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനും ചൂണ്ടയെറിഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയുടെ ഉച്ചിയിൽ തറച്ചതുകൊണ്ട് ഭാഗ്യം കണ്ണിൽ കൊണ്ടില്ല. തൊലി വെളുത്ത മദാമ്മമാരെ കാണുമ്പോൾ ആശാന്റെ വായിൽ തടാകത്തിലുള്ളതിനേക്കാളും വെള്ളം. മറ്റൊരു തുണിയെടുക്കാത്ത സത്യം എന്നാൽ ഈ മീനുകൾ 4 കൊല്ലങ്ങൾക്ക് ശേഷം കടലിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി ജനിച്ച സ്ഥലത്ത് തന്നെ മുട്ടയിടാനായി എത്തും എന്നുള്ളതാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഈ ലോകത്തോട് വിട പറയും. പിടിക്കുന്ന മീനിനെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ പ്രത്യേകതരം ടാങ്കുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഒഴുക്കിനെതിരെ നീന്തി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാത്തവർ പാതി വഴിയിൽ തന്നെ യാത്ര അവസാനിപ്പിക്കുന്നു. അമ്മയും മക്കളും ഒരിക്കലും കണ്ടുമുട്ടാത്ത സാൽമന്റെ ജീവിതം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഉള്ളതിൽ മുഴുത്തത് നോക്കി 3 എണ്ണത്തിനെ അങ്ങ് പിടിച്ചു. കൊന്നാ പാപം തിന്നാ തീരുമെന്ന് ജുറാസിക് പാർക്ക് സിനിമയിലെ ഡൈനോസർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇവിടുത്തെ മിക്ക മീൻപിടുത്തവും അവസാനം ചെന്നെത്തുന്നത് ഈ രോഗശാന്തി ശുശ്രൂഷയിലാണ്. എത്ര അടിച്ചാലും ഒരു പൂച്ചക്കുഞ്ഞിന് പോലും മനസ്സിലാവില്ല എന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നീ അവനെ പറഞ്ഞു മനസ്സിലാക്ക്, ഞാൻ പോയി ബൈബിൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ആശാൻ മറ്റെവിടെയോ നിന്ന് മുട്ടുന്നുണ്ട് ഗൈസ്.